ജീവിതമായിരുന്നത്രേ. 10ാം ക്ലാസ് കഴിഞ്ഞ് പോളിടെക്നിക്കിന് ചേർന്നുവെങ്കിലും ദൈവവിളി രാജശേഖരനെ ആ സാങ്കേതിക ലോകത്തുനിന്ന് തിരിച്ചു വിളിച്ചു. പിന്നീട് ഇന്ത്യയെമ്പാടും ഒരു അവധൂതനെ പോലെ കുറെ കാലം. ആ അലച്ചിലുകൾക്കിടയിൽ കാശിയിൽ വച്ച് മരണം തനിക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞുവെന്നും പുനർജന്മം കിട്ടിയെന്നും രാജശേഖരൻ അവകാശപ്പെടുന്നു. ശേഷം തിരുവണ്ണാമലക്കാരൻ രാജശേഖരൻ നിത്യാനന്ദനായി. തിരുവണ്ണാമലയിൽ തന്നെ ഒരു പർണാശ്രമം സ്ഥാപിച്ചു. ലോകമെമ്പാടും ഭക്തന്മാരെയും ഭക്തകളെയും സൃഷ്ടിച്ചുകൊണ്ട് രാജശേഖരന്റെ തുടർയാത്ര ഇങ്ങനെ: കർണാടകയിലെ ബിദനിയിൽ സ്വന്തമായി ആശ്രമമുണ്ടാക്കി. അത്ഭുത രോഗശാന്തിയുടെ വാർത്തകൾ പ്രചരിപ്പിച്ചു. ആനന്ദ സ്ഫുരണ പരിപാടി എന്ന നിത്യാനന്ദ സ്പെഷ്യൽ ഇന്ത്യയിലും ലൈഫ് ബ്ലിസ് പ്രോഗ്രാം ഇന്ത്യയ്ക്ക് പുറത്തും അവതരിപ്പിച്ചു. തുടർന്ന് സ്വദേശികളും വിദേശികളുമായ ആയിരങ്ങളുടെ പ്രിയപ്പെട്ട ആത്മീയ ഗുരുവായി. 17 രാജ്യങ്ങളിൽ ആസ്ഥാനം, 45 ലക്ഷത്തിലേറെ ഭക്തർ. ഒരു മൾട്ടിനാഷണൽ ആത്മീയ പ്രസ്ഥാനമായി നിത്യാനന്ദ വളർന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വാമിയുടെ അക്കൌണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ ഒഴുകിയെത്തി. അങ്ങനെ പഞ്ചനക്ഷത്ര ജീവിതത്തിന്റെ ആനന്ദലഹരിയിൽ മുഴുകി പരമഹംസ നിത്യാനന്ദം അനുഭവിച്ചുകൊണ്ടേയിരുന്നു. കുബേരഗ്രഹങ്ങളിലെ കൊച്ചമ്മമാർക്ക് സ്വാമി അഭയമായി. ഇതിനിടെയാണ് നടിമാരായ രാഗസുധയും രഞ്ജിതയും സ്വാമിയുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നത്. ഇരുവരും നിത്യാനന്ദന് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യമാരായി. സ്വാമിയുടെ സ്വകാര്യ മുറിയിൽ മണിക്കൂറുകളോളം ചെലവഴിക്കുന്ന വിധം ആ സൌഹൃദം വളർന്നു. 2010 മാർച്ച് 2 നിത്യാനന്ദയുടെ ജീവിതം വഴിതിരിച്ചുവിട്ട നടുക്കുന്ന ദിവസം. അന്ന് വൈകുന്നേരം ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിൽ സ്വാമിയുടെ ചൂടൻ കിടപ്പറ രംഗങ്ങൾ. ലെനിൻ കറുപ്പൻ എന്ന വിശ്വസ്തനാണ് ചൂടൻ രംഗങ്ങൾ വീഡിയോയിൽ പകർത്തി ചാനലുകൾക്ക് നൽകിയത്. സ്വാമിക്കൊപ്പം ശയിച്ചത് രഞ്ജിതയാണെന്ന് പിന്നീട് വ്യക്തമായി. തുടർന്ന് നിത്യാനന്ദം മുങ്ങി. നിത്യാനന്ദയുടെ കിടപ്പറ ദൃശ്യങ്ങൾ ഇന്റർനെറ്റിലൂടെയും മൊബൈലിലൂടെയും ലോകമെമ്പാടും പ്രചരിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ രഞ്ജിത ആരോപണം നിഷേധിച്ചു. സ്വാമിക്കൊപ്പം ശയിച്ചത് താനല്ലെന്ന് രഞ്ജിത ആണയിട്ടു. തുടർന്ന് യുവറാണി എന്ന 2ാം നിര നായികയുമായുള്ള സ്വാമിയുടെ ബന്ധവും പൊങ്ങിവന്നു. 2010 മാർച്ച് 9 കിടപ്പറ രംഗത്തെക്കുറിച്ച് നിത്യാനന്ദയുടെ പ്രതികരണം: വീഡിയോ വ്യാജമായി നിർമ്മിച്ചതാണെന്ന്. ധ്യാനപീഠം ആശ്രമത്തിൽ നിന്ന് മുങ്ങിയ നിത്യാനന്ദ പൊങ്ങിയത് ഹിമാചൽ പ്രദേശിലെ ഷിംലയിലാണ്. എന്നാൽ സ്വാമിക്കെതിരെ ലൈംഗിക പീഡന കേസുമായി സ്ത്രീകൾ രംഗത്തുവരാൻ തുടങ്ങിയതോടെ അധികനാൾ നിത്യാനന്ദയ്ക്ക് ഒളിച്ചു ജീവിക്കാനായില്ല. 2010 ഏപ്രിൽ 20 ഷിംലയിലെ വീട്ടിൽ നിന്ന് സ്വാമിയെ ബാംഗ്ലൂർ പോലീസ് പൊക്കി. ആശ്രമത്തിലെ തരുണീമണികളുടെയും ശിഷ്യമാരുടെയും ലാളനയേറ്റു കഴിഞ്ഞിരുന്ന സ്വാമി രാമനഗരം ജില്ലാ ജയിലിലേക്ക്. 2010 ജൂൺ 12 53 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം സ്വാമിക്ക് ജാമ്യം. ജൂലൈ 24 നടി രഞ്ജിത ആരോപണം വീണ്ടും നിഷേധിക്കുന്നു. ഓഗസ്റ്റ് 3 സ്വാമിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയാൽ എല്ലാ കേസുകളും പിൻവലിക്കുമെന്ന് കർണാടക ഹൈക്കോടതി. 2010 സെപ്റ്റംബർ 23 നിത്യാനന്ദയ്ക്കെതിരെ ലൈംഗിക പീഡനത്തിന് തെളിവുണ്ടെന്ന് കേസന്വേഷിച്ച കർണാടക CID വിഭാഗം ഹൈക്കോടതിയിൽ. സ്വാമി പെൺകുട്ടികൾക്കൊപ്പം കിടപ്പറ പങ്കിട്ടതിന്റെ ദൃശ്യങ്ങളടങ്ങുന്ന CD-യും CID കോടതിയിൽ സമർപ്പിച്ചു. അതേ ദിവസം തന്നെ 4 വർഷം സ്വാമി തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന ഒരു യുവതിയുടെ മൊഴി കർണാടക അഡ്വക്കേറ്റ് ജനറൽ മുദ്രവച്ച കവറിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ഇനി കാത്തിരിക്കാം. രാജശേഖരൻ എന്ന പരമഹംസ നിത്യാനന്ദയ്ക്ക് കാലം കാത്തുവച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? ഹൈടെക് വളവളപ്പിൽ സുഖലോലുപനായി മതിച്ചും രമിച്ചും ആനന്ദലഹരിയിൽ ആറാടിയ നിത്യാനന്ദയുടെ നിത്യാനന്ദം തീരുകയാണോ? രാജശേഖരനിൽ നിന്ന് നിത്യാനന്ദയിലേക്കും അവിടെ നിന്നുള്ള ആ വൻ വീഴ്ചയും ഒരു സിനിമാ കഥയെ ഓർമ്മിപ്പിക്കും. അതുകൊണ്ടാകണം ഈ കഥ സിനിമയാക്കാൻ ഒരു സിനിമാക്കാരൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതും. അതുകൊണ്ട് ഇനി നിത്യാനന്ദന്റെ ജീവിതം ശേഷം സ്ക്രീനിൽ. ഫിറോസ് സാലി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. എഫ്ഐആറിന്റെ മറ്റൊരു വാണിഭവീരന്റെ വാർത്തയിലേക്ക് പോവുകയാണ്. കോഴിക്കോട്